നമസ്കാരം. മറ്റൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ആ ചോദ്യം ഞാൻ വായിക്കാം. ഗുരു ഉപദേശമില്ലാതെ മന്ത്രം ജപിക്കാമോ? കൺഫ്യൂഷനാണ് സ്വാമി എന്ന് എഴുതിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ജപിക്കാം, അതിനൊന്നും വലിയ പ്രശ്നമില്ല. കാരണം ഗുരു ഈ പ്രകൃതി തന്നെ ഗുരുവാണ്. പറന്നു പോകുന്ന കാക്കയ്ക്ക് പോലും പലതും പഠിപ്പിച്ചിട്ട് പോകാൻ കഴിയും. നമ്മളുടെ മനസ്സ് സൂക്ഷ്മതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് സഞ്ചരിക്കത്തക്ക വിധത്തിൽ സംവേദനക്ഷമതയുള്ളതായിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷത്തിലും നാം ഒരുപാട് ആശയങ്ങൾ ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മൺതരി പോലും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പാറി പറന്നു വീഴുന്ന ഒരു കരിയിലേക്ക് പോലും നാനാവിധത്തിലുള്ള ആശയങ്ങൾ നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം സെൻസിറ്റീവായിരിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം തന്നെയും ജീവനുള്ള ജീവികളോ മനുഷ്യരോ മാത്രമല്ല, സകല ചരാചരങ്ങളും നമ്മൾക്ക് പുതുപുത്തൻ ആശയം തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം എത്തുന്നതാണ്. അപ്പോഴാരാണ് ഗുരു? സർവ്വതും നമുക്ക് ഗുരുവായി മാറും. എന്നാൽ മന്ത്രം ജപിക്കുക, അതുപോലെ അതിനേക്കാൾ ഉപരി മന്ത്രം ജപിക്കാൻ പഠിപ്പിക്കുന്ന ആചാര്യൻ, അതുപോലെ സാധനകളിലേക്ക് നയിക്കുന്ന ആളുകൾ, ആചാര്യന്മാർ, പല വിധത്തിലുള്ള മന്ത്രജപം ഒരു സാധനയാണല്ലോ. ജപം മാത്രമല്ല, മറ്റ് ഇതര സാധനാ മാർഗങ്ങളൊക്കെ പറഞ്ഞു തരുന്നവരെല്ലാം മഹാന്മാർ തന്നെ, അതൊട്ടും മോശമല്ല. എന്നാൽ ആത്മീയോപദേശം എന്ന് വെച്ചാൽ നിങ്ങൾ നിലവിൽ നിൽക്കുന്ന ബോധത്തിൻ്റെ തലത്തിനനുസൃതമായി അതിനപ്പുറത്തേക്ക് പറഞ്ഞു തരുന്ന ആളുകൾ. നിങ്ങൾ എവിടെ തന്നെ ഏത് തലത്തിൽ ബോധത്തിൻ്റെ നിലകളിലെത്തിയാലും അവിടെ നിന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആളുകളുണ്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടെത്തുക മാത്രമേ വേണ്ടൂ. അതാണ് ഏറ്റവും മഹത്തായ ഗുരു സാമീപ്യം എന്ന് പറയുന്നത്. അതിലെത്രയോ താഴെയാണ് മന്ത്രദീക്ഷയുടെയൊക്കെ കാര്യം. എന്ന് വെച്ചാൽ അത് മോശമേ അല്ല. അത് നിങ്ങൾക്ക് സിദ്ധിവിശേഷം തരും. മന്ത്രജപം നിങ്ങൾക്ക് ബാഹ്യ ജീവിത സുഖം തരും. ഏത് കാര്യമൊക്കെയാണോ ആഗ്രഹിച്ച് നിങ്ങൾ മന്ത്രജപത്തിലേക്ക് ചെല്ലുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാകും. ഇതെല്ലാം സാധാരണ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ മഹാകാര്യങ്ങളാണ്. എന്നാലും ഇതിലും അതീതമായ മഹാകാര്യമാണ് എന്താണോ ഈ ലോകത്തിൽ അടിസ്ഥാനമായിട്ടുള്ളത്, അത് എന്നിലുമുണ്ട്, സർവ്വചരാചരങ്ങളിലുമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക്, ആ അനന്തതയിലേക്ക്, ആ പൂർണ്ണതാബോധത്തിലേക്ക് എത്തിപ്പെടാൻ ഒക്കുന്ന ഒരു സ്റ്റേജുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അതിന് വേണ്ടി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഗുരുവാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ ഗുരു. അവിടെ മനസ്സാകുന്ന ചരടിലെ അനവധി കെട്ടുകൾ അഴിക്കലാണ് ആ ആത്മീയ ഗുരുവിൻ്റെ ലക്ഷ്യവും ഉത്തരങ്ങളും. അങ്ങനെയായിരിക്കും എത്തിപ്പെടുന്നത്. അതുപോലെയുള്ള ഉത്തരങ്ങൾ തരുന്ന ആളാണ് ആത്മീയ ഗുരു. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആശയക്കുഴപ്പമുള്ളത്, അവിടെ നിങ്ങൾക്ക് ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഉത്തരം തന്ന് തൽക്കാലം രക്ഷപ്പെടാൻ അനുവദിച്ചേക്കാം സാധാരണ ഉത്തരങ്ങളിലൂടെ. എന്നാൽ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്താണോ ആത്യന്തികമായി ചോദിക്കാനുള്ളത്, ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകി, മാത്രമല്ല നിങ്ങൾ ചോദിച്ചതിനും അപ്പുറത്തേക്ക് നിങ്ങളെ നയിക്കുകയും അവിടെയും ഉത്തരങ്ങൾ നൽകുകയും ചെയ്തിട്ട് വിടുന്ന ആളുകളാണ് ആത്മീയ ഗുരുക്കന്മാർ. നിങ്ങൾ എവിടെയാണോ ബോധത്തിൻ്റെ തലങ്ങളിൽ പോയി കുടുങ്ങിക്കിടക്കുന്നത്, അവിടെ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് ബോധത്തിൻ്റെ ആനന്ദതയിലേക്ക് നയിക്കുന്നവരാണ് ആത്മീയ ഗുരുക്കന്മാർ. അവരുടെ ഉപദേശം സ്വീകരിക്കലാണ്, അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നോട്ട് നയിക്കലാണ്, മുന്നോട്ട് യാത്ര ചെയ്യലാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. എന്ന് വെച്ച് അവർ പറഞ്ഞു തരുന്ന വഴികളെല്ലാം 100% സത്യമാണോ, അല്ലെങ്കിൽ അതാണോ ആത്യന്തികമായ വഴി, അല്ലെങ്കിൽ ആത്യന്തികമായ ഉത്തരം എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആകണമെന്നില്ല. കാരണം നിങ്ങൾ നിലകൊള്ളുന്ന ബോധതലത്തിൽ നിന്ന് മോചിച്ച് അതിലും ഉന്നതമായ, സൂക്ഷ്മമായ, സങ്കീർണമായ തലങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെ ചിലപ്പോൾ ആ സാഹചര്യത്തിന് ഉതകുന്ന മാത്രം ഉത്തരമായിരിക്കാം അദ്ദേഹം തന്നത്. അത് ബോധപൂർവം തരുന്നതായിരിക്കും. എന്നാൽ മറ്റൊരു ഘട്ടത്തിൽ നിനക്ക് മുമ്പ് തന്ന ഉത്തരം സാന്ദർഭികം മാത്രമായിരുന്നു എന്നും, എന്നാൽ അത് അപൂർണമായിരുന്നു എന്നും, ഇപ്പോഴാണ് ഞാൻ പൂർണ്ണമായ കാര്യം നിൻ്റെ ബോധവികാസത്തിൻ്റെ ഈ തലത്തിൽ വെച്ച് പറഞ്ഞു തരുന്നത് എന്നും വ്യക്തമാക്കും. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം.
1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് അധ്യാപകർ പറഞ്ഞു തരും കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന്. 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ പണ്ട് നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. അപ്പോഴാണ് പറഞ്ഞു തരുന്നത് കിഴക്ക് സൂര്യൻ ഉദിക്കുന്നുമില്ല പടിഞ്ഞാറ് അസ്തമിക്കുന്നുമില്ല, ഭൂമിയുടെ ഭ്രമണം കൊണ്ട് തോന്നുന്നതാണെന്ന് പറഞ്ഞു തരും. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നുമുണ്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നുമുണ്ട്. ഒരു കാര്യം നമ്മളുടെ കാഴ്ചയിൽ തോന്നിയ കാര്യം പൂർണ്ണമല്ല എന്ന് പറഞ്ഞു തരികയും അത് ശരിയായിരുന്നില്ല എന്നും അത് തോന്നലായിരുന്നു എന്ന് പറഞ്ഞു തരികയും എന്നാൽ അങ്ങനെ പറയാതെ അതാണ് ശരിയെന്ന് പറഞ്ഞു തരികയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. ശരിയെന്ന് പറഞ്ഞു തന്നിരുന്ന കാലം വളരെ താഴ്ന്ന ബോധത്തിൽ നിൽക്കുന്ന ഒരു കാലയളവാണ്. അവിടെ വെച്ച് അതേ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ കാലയളവിലെ അധ്യാപകർ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞു തരും. എന്നാൽ ബോധം വികസിച്ച ഒരു അനന്ത തലങ്ങളിലേക്ക് പോകുമ്പോൾ, സാധാരണഗതിക്ക് അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഇതുവരെ ആ പറഞ്ഞിരുന്നതല്ല ശരിയെന്നും അതൊരു തോന്നൽ മാത്രമാണെന്നും സൂര്യൻ്റെ ഭൂമിയുടെ ഭ്രമണത്താൽ തോന്നുന്നതാണെന്നും നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു തലവുമുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞാലും നോക്കുമ്പോൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ടും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും തന്നെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഇതുപോലെയാണ് ബോധത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചില ഘട്ടങ്ങളിൽ വെച്ച് പറയുന്ന ഉത്തരങ്ങൾ അത് സാന്ദർഭികമായി ആ സാഹചര്യത്തിൽ ശിഷ്യനെ ആ തലത്തിൽ നിന്ന്, അവൻ നിലവിൽ നിലകൊള്ളുന്ന തലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്നത് മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് അതിലും അതീതമായ തലത്തിലേക്ക് ശിഷ്യൻ വളർന്നു കഴിയുമ്പോഴായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതാണ്. അപ്പോൾ മന്ത്രദീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ഉയർന്ന തലങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ ബോധത്തിൻ്റെ അനന്തമായ വികസന തലത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനിയും കാമ്യകർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് ജീവിതത്തിൽ വലിയ സുഖങ്ങൾ സ്വീകരിക്കാൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച് ഒരു മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോയിൻറ്റ്സിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാകുന്നില്ല. എന്നാൽ ഭാരതീയ ധർമ്മം അനുസരിച്ച് നമ്മളെപ്പോഴും നയിക്കുന്നത് ബോധത്തിൻ്റെ ആനന്ദതയിലേക്ക് ചോദിക്കുന്നവനെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയവും ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ എല്ലാ തലങ്ങളെയും കൂടി ചേർത്താണ് പറയുന്നത്. പ്രായോഗിക ജീവിത തലത്തിനെക്കുറിച്ച് പറയും, അതേപോലെ തന്നെ പ്രാതിഭാസിക ജീവിതത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് പറയും, അതിനോടൊപ്പം പാരമാർത്ഥിക തലത്തെക്കുറിച്ചും ഒന്ന് തൊട്ട് പറഞ്ഞു പോകും. കാരണം കേൾവിക്കാരിൽ ആർക്കാണ് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്കറിയാനൊക്കെയില്ല. കേൾവിക്കാരിൽ പലരും ഇതിലേതെങ്കിലും ഒരു തലത്തിലായിരിക്കും പിടികൂടുന്നത്, ആകർഷിക്കപ്പെടുന്നത്. ആ പിടികൂടപ്പെട്ട തലങ്ങളെക്കുറിച്ചായിരിക്കും അവർക്ക് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ചിലർ എൻ്റെ ഈ ചില വീഡിയോയിൽ കാണുമ്പോൾ ചിലത് വേസ്റ്റായി എന്ന് പറയുന്നത്. കാരണം കൂടുതൽ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പ്രാതിഭാസികമോ പാരമാർത്ഥികമോ ആയ തലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വ്യാവഹാരിക തലങ്ങളെക്കുറിച്ച് മാത്രം കേൾക്കാനുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവരും അതിനപ്പുറത്തേക്ക് ബോധം പോകാത്തവരും ചിന്തയെത്താത്തവരും ആയ ആളുകൾക്ക് ചിലപ്പോൾ അത് വേസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത വീഡിയോ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അഭിപ്രായമായി തോന്നും. അവർക്കൊന്നും മനസ്സിലാവുകയില്ല. മനസ്സിലായാൽ തന്നെ വികലമായ ഒരു മനസ്സിലാക്കലായിരിക്കും അവിടെ സംഭവിക്കുന്നത്. എന്നാൽ പ്രാതിഭാസിക തലത്തിലേക്ക് വളർന്ന ഒരാൾ അതിനനുസൃതമായ കാര്യങ്ങളിൽ കയറി മുറുകെ പിടിക്കും. അയാൾക്കത് പ്രയോജനമായി തീരുമ്പോൾ അവർ പറയും, എനിക്ക് ആ ഉത്തരം നന്നായി തോന്നി, എനിക്ക് ഈ വീഡിയോ ഗുണകരമായി. എന്നാൽ പാരമാർത്ഥിക തലത്തിലേക്ക് ബോധം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഏറെക്കുറെ ഒരുപാട് വികാസം വന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ബ്രഹ്മകർമ്മ സമാധിയിൽ നിലകൊള്ളുന്ന ഒരാൾക്ക് അത് ആ പാരമാർത്ഥികമായ ഉത്തരം ഏറ്റവും മഹത്തരമായിട്ട് തന്നെ തോന്നും. ഒരുപക്ഷെ അവർ കടന്നുപോയ വഴികളോ അല്ലെങ്കിൽ കടന്നു പോകാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്ന വഴികളോ കടന്നു പോകാനാവാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നതോ ആയ വഴികളെക്കുറിച്ചായിരിക്കാം അവിടെ കേൾക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ ഇത്രയും പറയാൻ കാര്യം, മന്ത്രദീക്ഷ ഗുരുവിൽ അല്ലെങ്കിൽ മന്ത്രം ജപിക്കേണ്ടത് ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി ആയിരിക്കണമോ എന്നുള്ളൊരു ചോദ്യത്തിന്, ആ ചോദ്യത്തിലും അതീതമായിട്ട് അതിനൊക്കെ വളരെ വിദൂരത്തിലേക്ക് കടന്നുള്ള ഉത്തരവും കൂടിയാണ് തന്നത്. ഈ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്കും ഇതെനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മന്ത്രജപം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾക്ക് ഹൃദയശുദ്ധിയുള്ള ഒരാളിൽ നിന്ന് മന്ത്രം സ്വീകരിക്കാം.
അതൊരു മഹാൻ എന്ന് പറഞ്ഞ് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാവണമെന്നില്ല. നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ആരായിരിക്കും ആ മഹാഗുരു എന്നും അറിയാനൊക്കെയില്ല. അതിന് മറ്റൊരു കഥയും പറയാം. പണ്ടൊരു വിഷചികിത്സകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു യുവാവ് എത്തിയിട്ട് പറഞ്ഞു, എന്നെ വിഷചികിത്സ അഭ്യസിപ്പിക്കണം, എനിക്ക് വിഷചികിത്സ പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു വിഷകാരിയായി മാറണം എന്ന് പറഞ്ഞപ്പോൾ ആ ഗുരു, ആ വിഷചികിത്സകൻ മഹാനാണ്. അദ്ദേഹം ആ ചികിത്സാ സമ്പ്രദായത്തിൽ മഹാനാണ്. എന്നാൽ അദ്ദേഹം ഇയാളെ ആക്ഷേപിച്ച് വിട്ടു. നിനക്ക് പറഞ്ഞു തരാൻ ഞാൻ ആളല്ല, നിന്നെ ഞാൻ ഒരു ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നതുമില്ല. അപ്പോഴേ ഇയാൾ കാല് പിടിച്ച് അഭ്യർത്ഥിച്ചു, എന്നെ ശിഷ്യനാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുച്ഛിച്ച് പറഞ്ഞു, വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് പറഞ്ഞു. കൂശ്മാണ്ഡം എന്ന് വെച്ചാൽ കുമ്പളങ്ങ എന്നാണ് അർത്ഥം. വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ വന്നു. അത് കേട്ടിട്ട് ഈ ശിഷ്യൻ ധരിച്ചത് എനിക്കൊരു മഹാമന്ത്രം തന്നു എന്നാണ്. ഇദ്ദേഹം അനന്തകോടി തവണ അത് ജപിച്ച് സിദ്ധി വന്നു. എന്ന് വെച്ചാൽ മനോലയം സംഭവിച്ചു. മനസ്സ് ലയിക്കും തോറും, എന്ന് വെച്ചാൽ മനസ്സാകുന്ന തടാകത്തിലെ ചിന്തകളാകുന്ന ഓളങ്ങൾ അടങ്ങും തോറും അനന്ത സാധ്യത ആ മനസ്സാകുന്ന തടാകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ജന്മാന്തരങ്ങളായി സ്വീകരിച്ചിരുന്ന മഹത്തായ സിദ്ധികളുടെയും എല്ലാം ഒരു പട്ടിക പുറത്തേക്ക് വരുന്നതാണ്. ഇതുതന്നെ ആ യുവാവിനും സംഭവിച്ചു. അദ്ദേഹം അങ്ങനെ വളരെ അത്ഭുതകരമായ സിദ്ധിയുള്ളയാളായി മാറി. ഈ വിഡ്ഢി കൂശ്മാണ്ഡം എന്ന പദം ഉച്ചരിച്ച് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു സ്ഥലത്ത് ഒരു കുട്ടിയോ മറ്റോ വിഷം തീണ്ടി മരണപ്പെട്ടു. മരണത്തിനെ മുന്നിൽ കണ്ടു എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ ജീവച്ഛവമായി നിലകൊള്ളുന്ന നിലയിലേക്കെത്തി. ആ സമയത്ത് ഈ പ്രായമുള്ള വിഷചികിത്സകനെ എത്തിക്കുകയും അദ്ദേഹം പരാജയം സമ്മതിച്ച് പിൻവാങ്ങുകയും ചെയ്ത സമയത്ത് മറ്റൊരു യുവാവ് ഇതിനടുത്ത ദേശത്തുണ്ട് എന്നും അയാളെ വിളിച്ചുകൊണ്ടുവന്ന് വിഷചികിത്സ നടത്താമെന്നും പറഞ്ഞു. അയാൾ വന്ന് വിഷചികിത്സ നടത്തിയപ്പോൾ ഈ മരണപ്പെട്ട് കിടന്ന, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ട ആ രോഗി, വിഷം തീണ്ടപ്പെട്ട ആൾ രക്ഷപ്പെട്ടു, ജീവനിലേക്ക് തിരിച്ചു വന്നു. അയാൾ ഉണർന്നു, അയാളുടെ വിഷം മാറി, അയാളുടെ ദേഹത്തേറ്റ വിഷം മാറി. അപ്പോഴാണ് ഈ പ്രായമുള്ള വിഷചികിത്സകൻ്റെ പാദങ്ങളിലേക്ക് അദ്ദേഹം തൊട്ടുഴുതിട്ട് പറഞ്ഞു, അങ്ങെൻ്റെ ഗുരുവാണ്. നീ ഏതാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, അങ്ങെൻ്റെ ഗുരുവാണ്. അപ്പോഴിങ്ങനൊരു ശിഷ്യനുള്ള കാര്യം എനിക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞു ഈ മുതിർന്ന വിഷചികിത്സകൻ. അപ്പോഴാണ് പറഞ്ഞത് തിരിച്ച്, അങ്ങ് എനിക്കൊരിക്കലൊരു മന്ത്രം തന്നിരുന്നു, ആ മന്ത്രത്തിലൂടെയാണ് ഞാൻ ഈ മഹാസിദ്ധിയിലെത്തിയിരിക്കുന്നത്. അതേത് മന്ത്രമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വിഡ്ഢി കൂശ്മാണ്ഡം എന്ന മന്ത്രമാണെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്, ഒരിക്കൽ ഞാൻ പുച്ഛിച്ച് പുറത്തെറിഞ്ഞ വ്യക്തി മഹാനായ ശിഷ്യനായി തിരിച്ചു വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ ഏത് പദവും മന്ത്രമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ കാണണം. ഏതൊരു വാക്കും അനന്തതയിലേക്ക്, അനന്തമായി ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ഉച്ചരിക്കുമ്പോൾ നമുക്ക് മന്ത്രസിദ്ധികൾ വരും. അത് നമ്മളുടെ മനസ്സിൻ്റെ ഘടനയ്ക്ക് അനുസൃതമായതാണെങ്കിൽ കൂടുതൽ ഫലപ്രദം. ചില മന്ത്രങ്ങൾ നമ്മളുടെ മനസ്സിൻ്റെ ഘടനയ്ക്ക് അനുസൃതമല്ല എങ്കിൽ തൽക്കാലത്തേക്കിന് ശക്തമായ ദുഃഖവും ഭയവും ഒക്കെ വരാം. അതുകൊണ്ടാണ് ഞാൻ മറ്റ് എപ്പിസോഡുകളിൽ പറഞ്ഞത്, നിങ്ങളുടെ മനോഘടനയ്ക്ക് അനുസൃതമായ മന്ത്രങ്ങൾ ജപിക്കുന്നതായിരിക്കും ഉത്തമമെന്ന്. എന്തായാലും വിഡ്ഢി കൂശ്മാണ്ഡം എന്ന മന്ത്രം ജപിച്ച ആ യുവാവിന് അത് അയാളുടെ രജോ ഗുണത്തിനെയോ തമോ ഗുണത്തിനെയോ സത്വഗുണത്തിനെയോ ഒന്നും ഇളക്കി മറിച്ചില്ല എന്ന് വേണം നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ. അയാൾക്ക് ബോധത്തിൻ്റെ അനന്തതയിലേക്ക് പോകാൻ ആ മന്ത്രം അനുകൂലമായി തീർന്നു. ആയതിനാൽ അദ്ദേഹം മന്ത്രസിദ്ധിയിലുള്ള ഒരു വിഷചികിത്സകനായി മാറി. അതിനോടൊപ്പം അദ്ദേഹം വിഷചികിത്സയുടെ ബുക്സും ഗ്രന്ഥങ്ങളും അഭ്യസിച്ച് കാണുമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊരു മന്ത്രം ജപിക്കുന്നതിനും ഒരു മഹാഗുരുവിനെ കിട്ടുമോ എന്നൊന്നും പ്രതീക്ഷിച്ച് നടക്കേണ്ടതില്ല. ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമ്മളുടെ മുന്നിൽ, നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന മന്ത്രത്തെ നമ്മൾ സ്വീകരിക്കുക. നമ്മളുടെ വാസന ഏതാണെന്ന് കണ്ടെത്തുക. സൗന്ദര്യബോധം കൂടുതലുള്ളയാളാണെങ്കിൽ അതിനു പറ്റിയ മന്ത്രം സ്വീകരിക്കുക. നിങ്ങൾ നിർവികാര ഭാവത്തിലുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളൊരു നിസ്സംഗത ജന്മസിദ്ധമായി കൂടുതലുള്ളയാളാണെങ്കിൽ അതിനു പറ്റിയ മന്ത്രം ജപിക്കുക. അപ്പോൾ നിങ്ങളുടെ സത്വരജസ്തമോ ഗുണപ്രധാനമായ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം, ഇതിനൊക്കെ അനുയോജ്യമായത് ഏത് മന്ത്രമാണെന്ന് തിരഞ്ഞെടുക്കാൻ ഭാരതീയ ധർമ്മ സംഹിതകളിൽ, ഒരു ഭാരതീയമായ ആചാര സംഹിതകളിൽ എല്ലാം ഒരുപാട് വഴികൾ ഋഷികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അനേകായിരം മന്ത്രങ്ങൾ തന്നിട്ടുണ്ട്.
ഇതിലേതൊരു മന്ത്രവും സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ഒരു ഗുരുവും ആ മേഖലയിൽ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വഴിയും സ്വീകരിക്കാം. അത്രയും സ്വാതന്ത്ര്യം നമ്മുടെ ഈ ധർമ്മത്തിലുണ്ട്, ഭാരതീയ ധർമ്മത്തിൽ ഉണ്ട്, ഭാരതീയ ധർമ്മസംഹിതകളിലുണ്ട് എന്ന് മനസ്സിലാക്കുക.